പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച് അർജുൻ ആയങ്കിയെ അവസാനം പൂട്ടിയിരിക്കുകയാണ് പോലീസ്. താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആയങ്കിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കോതമംഗലത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് ആലോചന. പ്രതികരണം തേടിയപ്പോൾ കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പരിഹാസം. അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് കമ്മീഷണർ BV വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. വേറൊന്നുമില്ല, ഓടിച്ച് പിടിച്ചു, അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എല്ലാവരുടെയും കമ്പൈൻഡ് എഫേർട്ടായിരുന്നു, എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. ADG ലോ ആൻഡ് ഓർഡർ വിജയൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തത്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർജുൻ, കുറെ ദിവസങ്ങളായി ഒരു കള്ളനും പോലീസും കളിയായിരുന്നു കേരളത്തിൽ നടന്നത്. അർജുൻ ആയങ്കിക്ക് പിന്നാലെ പോലീസ് ഓടാത്ത സ്ഥലങ്ങളില്ല. എറണാകുളത്ത് കണ്ടവരുണ്ട്, തൃശ്ശൂരിൽ കണ്ടവരുണ്ട്, മലപ്പുറത്ത് കണ്ടവരുണ്ട്, കണ്ണൂരിലോ കോഴിക്കോടോ ഉണ്ടെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ കോഴിക്കോട് അരിച്ചുപറക്കി. ഇതിപ്പോൾ അർജുനെ ആരൊക്കെയാണ് സഹായിക്കുന്നത്? അർജുൻ പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം പ്രാപിക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളും നിരവധി സുഹൃത്തുക്കളും അർജുനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹായിക്കുന്നുണ്ടായിരുന്നു. 21-ലധികം അർജുൻ്റെ സുഹൃത്തുക്കളെ പിടികൂടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു അഭിഭാഷക ദമ്പതികളുടെ വീട്ടിലാണ് അർജുൻ ഉള്ളത് എന്നുള്ള വിവരം എങ്ങനെയാണ് കേരള പോലീസിന് ലഭിക്കുന്നത്? എങ്ങനെയാണ് അർജുൻ ആയങ്കിയെ പിടികൂടാൻ സാധിച്ചത്? ഷിഹാസ, തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കി ഒടുവിൽ പോലീസിന്റെ വലയിലായിരിക്കുന്നു. അർജുൻ ആയങ്കിയെ പൂട്ടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയോളമായി പോലീസിനെ നിരന്തരമായി വെല്ലുവിളിക്കുകയായിരുന്നു. കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുണ്ടായിരുന്ന SHOക്കെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയുമൊക്കെ ഉന്നയിക്കപ്പെട്ടുള്ള ചില അധിക്ഷേപ പരാമർശവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അർജുൻ ആയങ്കിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അന്വേഷണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ പോലീസിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് പലയിടങ്ങളിൽ പല തരത്തിൽ അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുകയായിരുന്നു. ഓരോ തരത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴും അതിനെയൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അർജുൻ മറ്റു പല വഴികളിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവസാനം ഒടുവിൽ കണ്ണൂരിലാണ് അർജുൻ്റെ തട്ടകമെന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ കണ്ണൂരിലെത്തിയ അർജുന് ഒളിവിൽ കഴിയാൻ വേണ്ടി കഴിയുന്ന, ഏറ്റവും സുരക്ഷിതമായി പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയാൻ വേണ്ടി കഴിയുന്ന ഒരു ഇടം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അർജുൻ്റെ ആദ്യ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താളിക്കാവിൽ അഭിഭാഷക ദമ്പതികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടം തേടി എത്തുന്നത്. അങ്ങനെ അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ സഞ്ചരിച്ച കാർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ താളിക്കാവിലുള്ള അഭിഭാഷക ദമ്പതികളുടെ വീട്ടിലേക്കെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ അർജുനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ആഭ്യന്തര വകുപ്പ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും അതിനുശേഷം ഈ പറയുന്ന 2:30 ഈ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്നുള്ളത് ഈ അഭിഭാഷക ദമ്പതികളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അർജുൻ ആയങ്കി ഈ പറയുന്ന ഫ്രെയിമിലില്ല. പോലീസും ഈ അഭിഭാഷക ദമ്പതികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അഭിഭാഷക ദമ്പതികൾ പോലീസിനോട് വാറന്റ് വേണം, അല്ലെങ്കിൽ വാറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ അർജുൻ തന്നെ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അർജുൻ നടത്തിയത് എന്നുള്ളതാണ്. പിന്നീട് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. എന്തായാലും വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അർജുൻ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഈ പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ 3 മണി സമയം വരെയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബാഷി ഈ പറയുന്ന പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. ആ സമയത്ത് അർജുൻ്റെ മുഖഭാവം, ഇപ്പോഴും അർജുൻ്റെ മുഖഭാവം നമുക്ക് കാണാവുന്നതാണ്. അർജുൻ യാതൊരുവിധ കൂസലുമില്ല. കാരണം ഇങ്ങനെ ഒരു കേസിൽ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ച് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഒരു കൂസലും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല. ഈ പറയുന്ന പ്രതികരണം ഉൾപ്പെടെ കണ്ടതാണ്. വളരെ കൂളായി, അല്ലെങ്കിൽ ഒരു തരത്തിൽ കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമില്ലാതെയാണ് അർജുൻ ആയങ്കി ഈ സ്റ്റേഷനിലകത്തേക്ക് കയറിപ്പോവുകയും ഇവിടെ ക്യാമറയൊക്കെ കാണുമ്പോൾ പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലിമേഷ്, അതെ, കാരണം വെച്ചാൽ ഒരു ഭയമോ ഒന്നുമില്ല. കാരണം വെച്ചാൽ പുള്ളി വരുന്നു, എല്ലാവരോടും ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കിലാണ്. ഇപ്പോൾ തന്നെ കാണാം തരത്തിലൊരു കുറ്റബോധം ഒരു തരത്തിലും ഒരു ഇതുമില്ല. കാരണം എല്ലാവരോടും വന്ന് നോക്കി ചിരിച്ചു. ആ ഒരു തരത്തിലാണ് പുള്ളിയുടെ മുഖം. പുള്ളിക്ക് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഇതൊന്നുമില്ല. എല്ലാം പുള്ളി കൂളായിട്ട് ഇരിക്കുക. ഇപ്പോൾ ഇത്ര സമയം വരെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ
കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങൾക്ക് പോസ് ചെയ്യുന്നു പോലെ തോന്നുന്നു. അതെ കാരണം വെച്ചാൽ ഓരോ പത്രങ്ങൾ മാറി വായിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഓരോ ക്യാമറ വരുമ്പോൾ ഓരോ പത്രങ്ങൾ ഇങ്ങനെ മാറി വായിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ക്യാമറക്ക് മുന്നിൽ പുള്ളി ആ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഷോ തുടരുകയാണ്. ഈ പറയുന്ന രീതിയിൽ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആദ്യമായി ഈ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്? അതായത് പുള്ളി ആദ്യം തന്നെ പോലീസുകാരെ അറസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടിയിട്ട് വരുമ്പോൾ പുള്ളി അതായത് ക്യാമറമാർ എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളി, അതെന്ന് വെച്ചാൽ വിഷ്വൽ എടുത്തോട്ടെ, കാരണം വെച്ചാൽ ആ രീതിയിലാണ് പുള്ളി ആ ഒരു ഇതിൽ നിന്നും എല്ലാവരോടും കാരണം പോലീസുകാർ ഒരു ഇതായിരുന്നു അവരെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഇറങ്ങി വന്നിട്ട് ജീപ്പിൽ കയറുന്നത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ മുഖം മറക്കാനോ ഒന്നും പുള്ളി തന്നെ ശ്രമിക്കുന്നില്ല. പറയുന്ന ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരിച്ച് ഈ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് കടലിൽ പോയവരെ കണ്ടെത്തട്ടെ, കടലിൽ പോയവരെ കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്നെ എന്തിനു പിടിച്ചു എന്നുള്ള രീതിയിലാണ്, കാരണം വെച്ചാൽ കടലിൽ പോയവരെ കണ്ടെത്തിയോ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ചോദ്യം. പറയുന്ന രീതിയിൽ അർജുനാങ്കിയുടെ സംഭവമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങൾ ലിമേഷ് ക്യാമറ വെച്ചിട്ടുള്ളതാണ്. നേരത്തെ തന്നെ അർജുനാങ്കി സ്വർണ്ണക്കടത്ത് കേസുകളൊക്കെ അതായത് ഇവരെ ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അത് അഴീക്കോട്, അതായത് വീട്ടിൽ മറ്റുള്ള കാർ ഉപേക്ഷിച്ച സ്ഥലം, കാറ് ഇതാക്കിയ പരിയാരം, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച്, അതായത് പോലീസിൻ്റെ കൂടെ ഞങ്ങൾ പോയിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താളിക്കാവ് അർജുന് ഒളിവിൽ കഴിയാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ കണ്ണൂരിൽ പലയിടങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന താളിക്കാവ്, അഴീക്കോട്, വളപട്ടണം തുടങ്ങിയിട്ടുള്ള കണ്ണൂരാണ് ഇവർ ജന്മസ്ഥലം. അപ്പോൾ കണ്ണൂർ കേന്ദ്രീകരിച്ച്, അതായത് കണ്ണൂർ അവരുടെ സുഹൃത്തുക്കൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പോലീസ് കൂടുതൽ കാര്യമായി പ്രവർത്തിച്ചത്. കാരണം വെച്ചാൽ കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത്, ഇരിട്ടി, ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇന്നലെ മുതൽ സെർച്ചിങ് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിന് ഇങ്ങനൊരു വിവരം കിട്ടി. കാരണം വെച്ചാൽ താളിക്കാവ് ഭാഗത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഇന്നലെ 2:30 കൂടിയിട്ട് ആ വീട്ടിലേക്ക് പോകുന്നതും ഒരു 2:45 സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. 2:45 കൊണ്ടുവന്ന് ഒരു 3:25 കൂടി മെഡിക്കലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പറയുന്ന രീതിയിൽ ഈ പറയുന്ന പല കേന്ദ്രങ്ങൾ, ഈ വളപട്ടണം, അഴീക്കോട്, അതുപോലെ തന്നെ ഈ പറയുന്ന താളിക്കാവ്, ചാലാട് തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ ഈ പറയുന്ന അർജുനാങ്കിക്ക് വളരെ സുപരിചിതമായ മേഖലകളാണ്. ഒരുപക്ഷെ ഏറ്റവും പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് തനിക്ക് കഴിയാൻ വേണ്ടി കഴിയുന്ന സ്ഥലം ഇതാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരം ആരങ്ങളൊക്കെ ആയിരിക്കും. കാരണം വെച്ചാൽ അതായത് ഇവൻ ജനിച്ച നാടാണല്ലോ. അപ്പോൾ ഈ അഴീക്കോട് മേഖല, ഈ ഒരു ഏരിയയിൽ, കാരണം വെച്ചാൽ പുള്ളിക്ക് എല്ലാ സ്ഥലങ്ങളും, അതായത് എല്ലാ പോക്കറ്റ് വഴികളും പുള്ളിക്ക് അറിയാം. ഏതൊക്കെ വഴികളിലൂടെ പോയാൽ ഏതൊക്കെ റോഡിലെത്താം, എവിടെയൊക്കെ എത്താം എന്നുള്ള കൃത്യമായിട്ട് വിവരങ്ങൾ പുള്ളിക്ക് കാരണമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കാരണം പുള്ളി തൃശ്ശൂരിൽ നിന്നും അല്ലെങ്കിൽ ഇന്നലെ മലപ്പുറത്ത് നിന്നൊക്കെ കണ്ട വെച്ചാൽ പുള്ളി കണ്ണൂരേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ണൂരാണ് പുള്ളിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് പുള്ളി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് കരുതുന്നത്. കാരണം വെച്ചാൽ കണ്ണൂർ വന്നാൽ പുള്ളിക്ക് പല മേഖലയിലേക്ക് പോകുക. കാരണം വെച്ചാൽ പുള്ളിക്ക് അറിയുന്ന നാടാണ് പുള്ളി. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും പുള്ളിക്ക് ഏത് വേണമെങ്കിലും എവിടെ പോയി താമസിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക് ഒളിച്ച് കഴിയാനുള്ള സ്ഥലങ്ങളും ഒരുപക്ഷെ കൂടുതലുള്ളത് ഈ കണ്ണൂരിൽ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ കണ്ണൂർ പുള്ളിക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളിലും പുള്ളിക്ക് പിന്നെ കൂടുതൽ സുഹൃത്തുക്കൾ, കാരണം വെച്ചാൽ പല സുഹൃത്തുക്കളും ഉള്ളത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ ആൾക്കാരെ ബന്ധപ്പെട്ടാൽ പുള്ളിക്ക് എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ കാരണം വെച്ചാൽ പാർട്ടി ഇന്നലെ പുള്ളിയെ ഒഴിവാക്കുക മുമ്പേ പറഞ്ഞ മുമ്പേ എം വി ജയരാജൻ പറഞ്ഞത് തൂഫാനെ പോലെ അർജുനാങ്കിയെ തൂക്കിടുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ അർജുനാങ്കിയുടെ പരിഹാസ പോസ്റ്റും വന്നു. പിന്നെ എം വി ജയരാജനെ പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളി, അതായത് എം വി ജയരാജനെ കൂടി വെല്ലുവിളിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ അതായത് പുള്ളി ഒരു സോഷ്യൽ മീഡിയയിൽ പുള്ളി ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും ദിവസം കാരണം വെച്ചാൽ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം, അതായത് ഈ ഇൻസ്റ്റാഗ്രാം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാനുള്ള ഷോ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ, അത് ഇപ്പോൾ അത് തന്നെയാണ്. കാരണം പുള്ളി ഒരു ഇതില്ല, പുള്ളിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പുള്ളി ആ ഇരുത്തം കാണുമ്പോൾ. എന്തായാലും അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ നമുക്ക് ഇപ്പോഴും തന്നെ അർജുനാങ്കിയുടെ ദൃശ്യങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ മുഖഭാവവുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിൽ നിന്നും യാതൊരുവിധ കൂസലും അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നില്ല. തങ്ങൾ എന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ തരത്തിൽ തന്നെയാണ് അർജുനാങ്കിയുടെ ഇടപെടൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും അർജുനാങ്കി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിയുകയാണ്. നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ തരത്തിൽ നേരത്തെ തന്നെ CPM-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുനാങ്കിക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ CPM ആണ് അർജുനാങ്കിയെ സംരക്ഷിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അർജുനാങ്കിയെ പിടികൂടുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയത്. ആ തരത്തിൽ തൂഫാനെ പോലെ അർജുനാങ്കിയെ തൂക്കണം എന്നുള്ളതാണ് MV ജയരാജൻ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ MV ജയരാജനെയും പരിഹസിച്ചുകൊണ്ടാണ് അർജുനാങ്കിയുടെ
ആയിങ്കിയുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. എന്തായാലും വലിയ രീതിയിൽ വല വിരിച്ചുകൊണ്ടുള്ള വളരെ ജാഗ്രതയോടുകൂടിയുള്ള എല്ലാ സുരക്ഷാ വീഴ്ചകളും അല്ലെങ്കിൽ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ 2:30 അർജുൻ ആയങ്കി ഉള്ള സ്ഥലം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള കാര്യം ഈ അഭിഭാഷക ദമ്പതികളോട് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായി ഈ സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചാണ് ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുന്നു. അതിനിടയിലാണ് അർജുൻ ആയങ്കി ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്, പിന്നീട് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നത്. അതിനിടയിൽ ഓടിച്ചിട്ട് പിടികൂടി, അതായത് അർജുൻ ആയങ്കി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു, ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചു തന്നെ പറയുന്നത്. ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ സ്വാഭാവികമായി അർജുൻ ആയങ്കിക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. കാരണം എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി എത്തുന്നതിനിടയിൽ പലതരത്തിലുള്ള സഹായങ്ങൾ, പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ പലരിൽ നിന്നുള്ള സഹായങ്ങൾ അർജുൻ ആയങ്കി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ കൂടി അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കോടതിയിലായിരിക്കില്ല. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോടതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അവരുടെ വസതിയിൽ ഹാജരാക്കി പിന്നീട് കോതമംഗലം പോലീസിന് കൈമാറാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഘട്ടത്തിൽ, അതായത് കോടതിയിലേക്ക് ഹാജരാക്കുന്ന അല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുൾപ്പെടെ എത്തി അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു അതീവ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായി മാറുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാതെ ഓരോ ദിവസം കഴിയുന്നതും ഒരു കുറ്റവാളിയെ പിടികൂടാൻ, അതും പോലീസിനെതിരെ നിരന്തരം മൊബൈലിനകത്തും വാട്സപ്പിനകത്തും അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിനകത്ത് വെല്ലുവിളികളും പരിഹാസങ്ങളും അധിക്ഷേപവും ഒക്കെ നടത്തുന്ന ഒരു ക്രിമിനലിനെ കണ്ടെത്താൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. അത് ഓരോ ദിവസവും വൈകും തോറും ആഭ്യന്തര വകുപ്പിന് അത് തികഞ്ഞ നാണക്കേടായി മാറുമായിരുന്നു. പക്ഷേ ഏറെ വൈകാതെ, എന്നാൽ തന്നെ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് പിടികൂടാൻ വേണ്ടി കഴിയുന്നത്. ഏറെ വൈകാതെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. അല്ലെങ്കിൽ പോലീസിൻ്റെ അഭിമാനം ചോരാതെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും ഒക്കെ നിരന്തരമായി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടത്തുന്ന അർജുൻ ആയങ്കി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പോലീസ് അർജുൻ ആയങ്കിയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിരിക്കുന്നു. രക്ഷപ്പെടാനുള്ള പല മേഖലകൾ അല്ലെങ്കിൽ പല സാധ്യതകൾ അർജുൻ ആയങ്കി പരിശോധിച്ചിരുന്നു. അവസാനം സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം പല ഘട്ടങ്ങളിൽ നിഷേധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം ലഭ്യമാക്കാനുള്ള നടപടികൾ ഈ അഭിഭാഷകരും ഇപ്പോൾ ഈ പറയുന്ന കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അഭിഭാഷക ദമ്പതികളുടെ സഹായത്തോടു കൂടി സുപ്രീം കോടതി അടക്കം സമീപിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ അർജുൻ ആയങ്കി നടത്തുന്നതിനിടയിലാണ് അത്തരം ചില ഇടപെടലുകൾ, അത്തരം ചില നീക്കങ്ങൾ പോലീസ് നടത്തി അർജുൻ ആയങ്കി അവസാനം പൂട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ കേരള പോലീസിനെ പരിഹസിച്ച, അധിക്ഷേപിച്ച, വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള അർജുൻ ആയങ്കി അവസാനം കേരള പോലീസ് പൂട്ടിട്ടിരിക്കുന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കയ്യാമം വെച്ച് തന്നെയാണ് അർജുൻ ആയങ്കിയെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ ഭീഷണിക്കും അധിക്ഷേപങ്ങൾക്കുമൊക്കെ പോലീസ് തന്നെ കയ്യാമം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് പറയാൻ